Dear students, ഹ്യൂമൻ ഫിസിയോളജിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ നെക്സ്റ്റ് ചാപ്റ്ററാണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ രണ്ട് സിസ്റ്റംസാണ് പഠിക്കുന്നത്. വൺ ഈസ് സ്കെൽറ്റൽ സിസ്റ്റവും ദെൻ മസ്കുലാർ സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റംസ് ആണല്ലോ നമുക്കറിയാം. മസിൽസ് ആയാലും സ്കെൽറ്റൽ സിസ്റ്റം ആയാലും നമുക്ക് മൂവ്മെൻറ്റിനും ലോക്കോമോഷനും സഹായിക്കുന്ന രണ്ട് സിസ്റ്റംസാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ രണ്ട് സിസ്റ്റംസ് ചേർന്ന ഒരു ചാപ്റ്ററാണ് മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ. അപ്പോൾ അവിടെ നമ്മൾ മസ്കുലാർ സിസ്റ്റവും അവയുടെ ഫങ്ഷൻ, അവയുടെ സ്ട്രക്ചർ ഒക്കെ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കെൽറ്റൽ സിസ്റ്റം പഠിക്കുന്നു. സ്കെൽറ്റൽ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബോൺസ്, കാർട്ടിലേജ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ എത്ര ബോൺസ് ഉണ്ട്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എന്താണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്? രണ്ടും നമുക്കറിയാം. ലോക്കോമോഷൻ എന്ന് പറഞ്ഞാലും മൂവ്മെൻ്റ് എന്നും പറഞ്ഞാലും രണ്ടും ചലനം തന്നെയാണ് അല്ലേ, ചലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തമ്മിൽ എന്താണ് ഈ വ്യത്യാസം? രണ്ടും ഒരേപോലുള്ളൊരു ടേം ആണെങ്കിലും ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. അതായത് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അതായത് ലോക്കോമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആനിമലിൻ്റെ പാർട്ട് അല്ലെ ഒരു ബോഡി പാർട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമെങ്കിൽ അവിടെ ആ തരം മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരിടത്തു നിന്ന് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് അതിനൊരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായാൽ, അതായത് ഒരു സ്ഥലത്തു നിന്ന് അത് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയാൽ ആ മൂവ്മെൻറ്റ് കാരണം അങ്ങനെ വരികയാണെങ്കിലാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയും. ഇനി മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല, അതായത് ഒരിടത്തു നിന്ന് മൂവ് ചെയ്യുന്നില്ല, ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ മൂവ് ചെയ്യുക, മൂവ്മെൻറ്റ് നടക്കുക. അപ്പോൾ അത് ഏതെങ്കിലും ബോഡി പാർട്സിൻ്റെ മൂവ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ അനങ്ങുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൂവ്മെൻറ്റ്. അല്ല നമ്മൾ മുന്നോട്ട് നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ മൂവ്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് എല്ലാ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ചലിക്കുക എന്ന് പറയുന്നത് ലിവിങ് ബീയിങ്സിൻ്റെ ഒരു ക്യാരക്ടറാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു വസ്തു ചലിക്കുന്നു അല്ലെ മൂവ് ചെയ്യുന്നു എന്നൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയുന്നത് ജീവനുള്ള വസ്തുവാണെന്ന് പറയും അല്ലേ. അതാണ് നമ്മളിവിടെ പറയുന്നത്. മൂവ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ബീയിങ്. ലിവിങ് ബീയിങ്ങിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എക്സിബിറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ്. നമുക്കറിയാം പ്ലാന്റ്സും ആനിമൽസും ലിവിങ് ബീയിങ്സ് ആണ് അല്ലേ, ജീവനുള്ളവയാണ്. അവ രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? പലതരം മൂവ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, എക്സിബിറ്റ് ചെയ്യുന്നു. സ്ട്രീമിംഗ് ഓഫ് പ്രോട്ടോപ്ലാസം ഇൻ ദ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് ലൈക്ക് അമീബ ഈസ് എ സിമ്പിൾ ഫോം ഓഫ് മൂവ്മെൻറ്റ്. ഏറ്റവും ചെറിയൊരു മൂവ്മെൻറ്റിൻ്റെ ഉദാഹരണമാണ് അമീബയുടെ മൂവ്മെൻറ്റ്. അമീബയ്ക്ക് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമുക്കറിയാം. ഇറ്റ് ഈസ് യൂണിസെല്ലുലാർ അല്ലേ. അതിൻ്റെ സ്യൂഡോപോഡിയ ഉപയോഗിച്ച് അതിൻ്റെ സൈറ്റോപ്ലാസം ഇങ്ങോട്ട് മുന്നോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് ഈ ഭാഗത്ത് സ്യൂഡോപോഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിന് പ്രത്യേകിച്ച് എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്ന് തോന്നുമ്പോൾ അത് അതിൻ്റെ സൈറ്റോപ്ലാസത്തിന് ഈ ഏത് ഭാഗത്തോട്ടാണ് മൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് സ്ട്രെയിൻ ചെയ്ത് വരും, നീങ്ങി വരും. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള നമുക്ക് പറയാൻ പറ്റുന്ന മൂവ്മെൻറ്റ് ഇൻ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. മൂവ്മെൻറ്റ് ഓഫ് സീലിയ, ഫ്ലജല്ല ആൻഡ് ടെൻഡക്കിൾസ് ആർ ഷോൺ ബൈ മെനി ഓർഗാനിസം. പലതരം ഓർഗാനിസത്തിൽ നമുക്ക് സീലിയ കാണാം. സീലിയ എന്ന് പറഞ്ഞാൽ സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രിച്ചസ്. ഫ്ലജല്ല അതും അതേപോലെ തന്നെ. പിന്നെ സീലിയ എന്ന് പറയുമ്പോൾ കുറേ ഏറെ കാണും, അടുപ്പിച്ചടുപ്പിച്ച് രോമങ്ങൾ പോലെ കാണുന്നതിനെയാണ് സീലിയ. അതേസമയം ഇതേപോലെ ഫ്ലജല്ല എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒറ്റ നൂല് പോലെ ഇരിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഫ്ലജല്ല എന്ന് പറയും.
അതുപോലെ ടെൻഡക്കിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രയിലും ഒക്കെ അല്ലേ. അവരിലൊക്കെ ഈ മൂവ്മെൻറ്റ്സ് നമുക്ക് സീലിയയുടെ മൂവ്മെൻ്റ് ഉണ്ട്, ഫ്ലജല്ലാർ മൂവ്മെൻറ്റ്സ് ഉണ്ട്, ടെൻഡക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം പലതരത്തിലെ ഓർഗാനിസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഹ്യൂമൻ ബീങ്സ് ക്യാൻ മൂവ് ലിംസ്, ജോസ്, ഐലിഡ്സ്, ടങ് എക്സെട്ര. ഹ്യൂമൻ ബീങ്സിലെ മൂവ്മെൻറ്റ് നമുക്കറിയാം, ഇഷ്ടംപോലെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മൾ കൈയനക്കുന്നു, മുഖത്തെ നമുക്ക് ജോയുടെ അല്ലേ, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ജോസിൻ്റെ മൂവ്മെൻറ്റ്, ഐലിഡ്സിൻ്റെ മൂവ്മെൻറ്റ്, കണ്ണുകളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന പോലെ നമുക്ക് കാണാം. പിന്നെ അതുപോലെ ടങ്, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ടങ്ങാണ് മൂവ് ചെയ്യുന്നത് അല്ലേ. അപ്പം അങ്ങനെയുള്ള പലതരം മൂവ്മെൻറ്റ്സ് നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് ലോക്കോമോഷൻ എന്താണെന്ന് നോക്കാം. ലോക്കോമോഷൻ ഇൻ പാരമീസിയം, സീലിയ ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ത്രൂ ദ സൈറ്റോഫാരിങ്സ് ആൻഡ് ഇൻ ലോക്കോമോഷൻ ആസ് വെൽ. അതായത് സീലിയ എന്ന് പറയുന്നത്, പാരമീസിയം എന്ന് പറയുന്ന ആനിമലിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഇതേപോലെ സ്ലിപ്പർ ആനിമൽ ക്യൂൾ എന്ന് പറയുന്ന രീതിയിലിരിക്കുന്ന ജീവി അല്ലേ. സ്ലിപ്പറിൻ്റെ ഒരു ഷേപ്പാണ്, അതുകൊണ്ടാണ് ഇതിനെ സ്ലിപ്പർ ആനിമൽ ക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരമീസിയത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്, ഇതിൻ്റെ പുറത്തെല്ലാം സ്മോൾ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്തെല്ലാം സീലിയ ഉണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്താണ് അതിൻ്റെ മൗത്ത് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ധാരാളം സീലിയ ഉണ്ട്. അപ്പം ഈ സീലിയ തന്നെ ഈ ജീവിയിൽ രണ്ട് തരം ലോക്കോമോഷനും സഹായിക്കും, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്, ഇതിൻ്റെ അകത്തേക്ക് ഫുഡ് എൻ്റർ ചെയ്യാൻ സഹായിക്കുന്നതും സീലിയ തന്നെയാണ്. അപ്പോൾ ലോക്കോമോഷനും മൂവ്മെൻറ്റും ഒരേപോലെയാണ് അവിടെ നടക്കുന്നത്. ഇൻ പാരമീസിയം, ഹൈഡ്ര can use its tentacles for capturing its prey and also use them for locomotion. ഹൈഡ്രയെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ഹൈഡ്രയുടെ ഈ ഭാഗത്താണ്, ടിപ്പിലാണ് അതിൻ്റെ മൗത്ത് വരുന്ന ഭാഗം. ഈ ടെൻഡക്കുലാർ മൂവ്മെൻറ്റ് അല്ല, ടെൻഡക്കിൾസിൻ്റെ ഒരു പ്രത്യേക മൂവ്മെൻറ്റ് കാരണമാണ് ഈ ഇരകളെ പിടിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇരകൾ ഈ വെള്ളത്തിലാണല്ലോ ഹൈഡ്ര കാണുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക തരം ചുഴി ഉണ്ടാക്കുകയും ആ ചുഴിയിൽ അകപ്പെടുന്ന ജീവികളെയാണ് ഇത് പിടിച്ച് തിന്നുന്നത്. ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം മൂവ്മെൻറ്റിനുമായാലും ഈ ഫുഡ് ഇൻടേക്കിനായാലും, അതായത് പ്രേയെ പിടിക്കാനായാലും, അതുപോലെ തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹൈഡ്ര ഇങ്ങനെ എവിടെയെങ്കിലും പറ്റിപ്പിടിച്ചിരുന്നാൽ ജീവിക്കുന്നതെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഹൈഡ്രയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഈ ടെൻഡക്കിൾസ് വെച്ച് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോക്കോമോഷൻ ആയാലും അതുപോലെ തന്നെ ഫുഡ് ക്യാപ്ചറിങ്ങിനായാലും ഒക്കെ ഹൈഡ്രയും ഈ ടെൻഡക്കിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അല്ലേ. ഇനി എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്? അപ്പോൾ നമ്മൾ ഈ ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞതിൻ്റെ അകത്ത് നമുക്കറിയാം, മോഷൻ ഓഫ് എ പാർട്ട് ഓഫ് ബോഡി ഈസ് നോൺ ആസ് മൂവ്മെൻറ്റ് അല്ലേ. ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി പാർട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മൂവ്മെൻറ്റ് ഓഫ് ഹോൾ ബോഡി ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് ആസ് ലോക്കോമോഷൻ. അപ്പോൾ മോഷൻ ഓഫ് എ പാർട്ട് ഓഫ് ബോഡി, ഒരു ശരീരഭാഗം മൂവ് ചെയ്യുന്നതിനെ നമ്മൾ മൂവ്മെൻ്റ് എന്നും, അതായത് മൂവ്മെൻറ്റ് ഓഫ് ഹോൾ ബോഡി ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. അതാണ് ലോക്കോമോഷനും മൂവ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. അതിന് കുറേ ഉദാഹരണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വാക്കിംഗ്, റണ്ണിങ്, ക്ലൈംബിങ്, ഫ്ലൈയിങ്, സ്വിമ്മിങ് ആർ ഓൾ സം ഫോംസ് ഓഫ് ലോക്കോമോട്ടറി മൂവ്മെൻറ്റ്. ഓടുകയും ചാടുകയും അല്ലേ, നീന്തുകയും പറക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാം എന്ത് തരം മൂവ്മെൻറ്റ്സിന് ഉദാഹരണമാണ്? ലോക്കോമോട്ടറി മൂവ്മെൻറ്റ്സിന് ഉദാഹരണം. ലോക്കോമോഷൻ ഈസ് ദ വോളണ്ടറി മൂവ്മെൻറ്റ് റിസൾട്ടിങ് ഇൻ ദ ചേഞ്ച് ഇൻ ലൊക്കേഷൻ അല്ലേ. നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ ലോക്കോമോഷൻ എന്ന് പറയുന്നത്. ലോക്കോമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓടുന്നു അല്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഓടുന്നത്, അല്ലാതെ വെറുതെ ഓടുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ ചാടുന്നു അല്ലെങ്കിൽ പിന്നെ നീന്തുന്നു, ഇതെല്ലാം നമ്മൾ വോളണ്ടറി ആക്ടിവിറ്റീസാണ്. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നു? ചേഞ്ച് ഇൻ ലൊക്കേഷൻ, ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു. ഓൾ ലോക്കോമോഷൻസ് ആർ മൂവ്മെൻറ്റ് ബട്ട് ഓൾ മൂവ്മെൻറ്റ്സ് ആർ നോട്ട് ലോക്കോമോഷൻ. എല്ലാ മൂവ്മെൻറ്റുകളും ലോക്കോമോഷനാണ് അല്ലേ, പക്ഷേ എല്ലാ മൂവ്മെൻറ്റുകളും ലോക്കോമോഷൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പോൾ എല്ലാ ലോക്കോമോഷൻസും മൂവ്മെൻ്റാണ്, പക്ഷേ എല്ലാ മൂവ്മെൻറ്റുകളും ലോക്കോമോഷൻ അല്ല. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റ്സ് കൊണ്ടും ചലനം ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നില്ല അല്ലേ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എത്ര തരം മൂവ്മെൻറ്റ്സ് ആണ് ഹ്യൂമൻ ബീയിങ്ങിൽ കാണുന്നത്. ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്. സെൽസ് ഓഫ് ഹ്യൂമൻ ബോഡി എക്സിബിറ്റ് 3 മെയിൻ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്.
മൂന്ന് തരം മൂവ്മെൻറ്റ്സ് ആണ് ഹ്യൂമൻ ബോഡിയിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് അമീബോയിഡ് മൂവ്മെൻറ്റ്, സീലിയറി മൂവ്മെൻറ്റ് ആൻഡ് മസ്കുലാർ. അപ്പോൾ നമുക്ക് മൂന്ന് തരം മൂവ്മെൻറ്റ്സ് ആണുള്ളത്. അമീബോയിഡ് മൂവ്മെൻ്റ് ഉണ്ട്, സീലിയറി മൂവ്മെൻ്റ് ഉണ്ട്, മസ്കുലാർ മൂവ്മെൻറ്റ്. ഇനി ഇതൊക്കെ എവിടെയാണ്? അമീബോയിഡ്, സീലിയറി മൂവ്മെൻ്റ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് നമുക്കൊരു സംശയം തോന്നും അല്ലേ? പക്ഷേ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് അമീബോയിഡ് മൂവ്മെൻറ്റ്. അമീബ ലൈക്ക് മൂവ്മെൻറ്റ്സ് ഇസ് നോൺ ആസ് അമീബോയിഡ് മൂവ്മെൻറ്റ്. അമീബ മൂവ് ചെയ്യുന്ന പോലുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ അമീബോയിഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. It is affected by pseudopodia formed by the streaming of protoplasm as in amoeba. അമീബയെ പോലെ അതിൻ്റെ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ഇങ്ങനെ സ്ട്രീം ചെയ്ത് മുന്നോട്ട് നീങ്ങും അല്ലേ അമീബയിൽ. അതേപോലുള്ള മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിലുള്ള ചില സെല്ലുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഫാഗോസൈറ്റോസിസ് ബൈ ല്യൂക്കോസൈറ്റ്സ്. ആരാണ് ല്യൂക്കോസൈറ്റ്സ് എന്ന് പറയുന്നത്? WBC ഏത് തരം മൂവ്മെൻറ്റ്സ് ചെയ്യും? ഫാഗോസൈറ്റിക് മൂവ്മെൻറ്റ്. ദാറ്റ് ഈസ് മൈഗ്രേഷൻ ഓഫ് മാക്രോഫാജസ് ത്രൂ ദ ടിഷ്യൂസ്. ടിഷ്യൂസിൻ്റെ ഇതിപ്പോൾ ഒരു ടിഷ്യൂ ആണ്, ടിഷ്യൂസിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ മാക്രോഫാജുകളുടെ മൂവ്മെൻറ്റും ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഫാഗോസൈറ്റിക് മൂവ്മെൻറ്റ്സ് ബൈ ല്യൂക്കോസൈറ്റ്സ് ആൻഡ് മൈഗ്രേഷൻ ഓഫ് മാക്രോഫാജസ് ത്രൂ ടിഷ്യൂസ്, ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? അമീബോയിഡ് മൂവ്മെൻറ്റ്സിന് ഉദാഹരണം. അപ്പോൾ WBC നമ്മുടെ അമീബയെ പോലെ മൂവ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ട്. അതുപോലെ മാക്രോഫാജസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസിൽ മാക്രോഫാജിക് സെല്ലുകളുണ്ട്. നമ്മുടെ മൈക്രോബ്സിനെയൊക്കെ എൻഗൾഫ് ചെയ്യാൻ അല്ലെങ്കിൽ സൈറ്റോസിസ് ചെയ്യാൻ സഹായിക്കുന്ന കോശങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ട്. അപ്പോൾ അവയെല്ലാം ഏത് തരം മൂവ്മെൻറ്റ്സ് ആണ് ചെയ്യുന്നത്? അമീബോയിഡ് മൂവ്മെൻറ്റ്സ്. അപ്പോൾ അമീബോയിഡ് മൂവ്മെൻറ്റ്സ് നമ്മുടെ ല്യൂക്കോസൈറ്റുകളും ചെയ്യുന്നുണ്ട്, മാക്രോഫാജിക് സെല്ലുകളും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീലിയറി മൂവ്മെൻറ്റ്സ്. സീലിയ വഴിയുള്ള മൂവ്മെൻറ്റ് നമുക്കറിയാം. Movement with the help of cilia is known as ciliary movement. Ciliary movements occurs in most of our internal tubular organs which are lined by ciliated epithelium. Ciliary movement കൂടുതലും നമുക്ക് കാണപ്പെടുന്നത് നമ്മുടെ ഈ ആന്തരികമായിട്ടുള്ള ട്യൂബുലാർ ഓർഗനുകളിലാണ് കൂടുതലായിട്ട് കാണുന്നത്. ട്യൂബുലാർ ഓർഗൻ്റെ എല്ലാം ഉൾവശം ലൈൻ ചെയ്തിരിക്കുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയങ്ങളിലായിരിക്കും. അങ്ങനെയുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിൻ്റെ മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ ciliary movement എന്ന് പറയും. The coordinated movement of cilia in the trachea help us to moving the dust particles and some of the foreign substances inhaled along with the atmospheric air. നമുക്കറിയാം, നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ നേസൽ എപ്പിത്തീലിയം ഉള്ളിലേക്ക് പോകുന്ന ഭാഗത്തെല്ലാം നമുക്കറിയാം സീലിയേറ്റഡ് എപ്പിത്തീലിയം കൊണ്ടാണ് ലൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്വാസനാളം അല്ലേ. അപ്പോൾ ആ ശ്വാസനാളത്തിനുള്ളിൽ ഈ സീലിയയുടെ ജോലി എന്ന് പറയുന്നത് ഇറ്റ് റിമൂവ്സ് ദ ഡസ്റ്റ് പാർട്ടിക്കിൾ. നമ്മൾ ശ്വസിക്കുന്ന എയറിൽ കൂടി കയറുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും ഫോറിൻ സബ്സ്റ്റൻസിനെയും അല്ലേ, പുറത്തുനിന്ന് കയറുന്ന മൈക്രോബ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം തൂത്ത് കളയുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ സീലിയയാണ്. അപ്പോൾ സീലിയ അവിടെ നമുക്ക് ഉണ്ട്. അപ്പോൾ സീലിയറി മൂവ്മെൻറ്റ്സ് നമുക്ക് നേസൽ എപ്പിത്തീലിയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേസൽ എന്തിൻ്റെ അകത്ത് കാണാം? നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ട്രക്കിയയിൽ കാണാൻ കഴിയും. പിന്നെ നമുക്ക് മറ്റൊരു സീലിയറി മൂവ്മെൻറ്റ് കാണാൻ കഴിയുന്നത് ഇൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അതായത് നമ്മുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ ഇതേപോലൊരു സീലിയേറ്റഡ് എപ്പിത്തീലിയം ഉണ്ട്. പാസേജ് ഓഫ് ഓവ ത്രൂ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ സീലിയറി മൂവ്മെൻറ്റ്. ഈ സീലിയറി എപ്പിത്തീലിയം നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ ഡക്റ്റിനെ നമ്മൾ ഓവി ഡക്റ്റ് അല്ലെങ്കിൽ ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയും. ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉൾഭിത്തിയിൽ അകത്തെ ഇന്നർ ലൈനിങ്ങിൽ ധാരാളം സീലിയുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓവറിയാണിത്. ഓവറിയിൽ നിന്ന് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യും. ആ എഗ്ഗ് ഈ ഓവിഡക്റ്റിലേക്ക് എൻ്റർ ചെയ്ത് ഓവിഡക്റ്റിൽ നിന്ന് അതിനെ തട്ടി യൂട്രസിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ജോലി ഈ സൈഡിലുള്ള സീലിയറി എപ്പിത്തീലിയമാണ്. അപ്പോൾ ഇവിടെയും ആര് സഹായിക്കുന്നുണ്ട്? നമുക്ക് സീലിയറി മൂവ്മെൻറ്റ് നമ്മുടെ സീലിയേറ്റഡ് എപ്പിത്തീലിയം ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് അല്ലെ ഓവിഡക്റ്റിനുള്ളിൽ നടക്കുന്നു. അപ്പോൾ അതേപോലുള്ള സീലിയറി മൂവ്മെൻറ്റ്സ് നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇനി നമുക്കറിയാം നമ്മുടെ ബോഡി കൂടുതലും നടക്കുന്നത് മസ്കുലാർ മൂവ്മെൻറ്റ്സ് ആണ്. ഏറ്റവും കൂടുതൽ ഉള്ളത് മസ്കുലാർ മൂവ്മെൻറ്റ്സ് ആണ്. മൂവ്മെൻറ്റ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മസിൽസ് ഇസ് കോൾഡ് ആസ് മസ്കുലാർ. മസിൽസ് വഴിയുള്ള മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ മസ്കുലാർ മൂവ്മെൻറ്റ്സ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ എന്ത് ചെയ്യുന്നതിന് ഇപ്പം
നമുക്ക് സംസാരിക്കാനായാലും അല്ലേ, ആഹാരം കഴിക്കാനായാലും, അല്ലെങ്കിൽ നമ്മൾ ഓടാനായാലും ചാടാനായാലും നീന്താനായാലും എല്ലാ കാര്യത്തിനും നമുക്ക് മൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ആ മൂവ്മെൻ്റ് എല്ലാം നടക്കുന്നത് മസിൽസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ മൂവ്മെൻറ്റ് ഓഫ് ലിംബ്, ടങ്, ജോ എക്സെട്ര. ഇതെല്ലാം പലതരത്തിലുള്ള മസ്കുലാർ മൂവ്മെൻറ്റുകൾ കൊണ്ടാണ് നമ്മുടെ പ്രവർത്തനം തന്നെ മസ്കുലാർ മൂവ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ ആ തരം മൂവ്മെൻറ്റ്സിനെയാണ് നമ്മൾ മസ്കുലാർ മൂവ്മെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ നമുക്കിവിടെ ആദ്യം പഠിക്കേണ്ടത് ഹ്യൂമൻ മസ്കുലാർ സിസ്റ്റമാണ്. അപ്പോൾ മൂവ്മെൻറ്റിന് സാധ്യമാവുന്ന ഒരു സിസ്റ്റം മസ്കുലാർ സിസ്റ്റവും. മസ്കുലാർ സിസ്റ്റം തന്നെ വിചാരിച്ചാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൂടി വേണം? സ്കെൽറ്റൽ സിസ്റ്റം കൂടി വേണം. അപ്പം നമുക്ക് രണ്ടും കൂടിയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പഠിക്കേണ്ട പോർഷനാണ് ഹ്യൂമൻ മസ്കുലാർ സിസ്റ്റം. മസിൽസിനെ കുറിച്ചും മസിൽസിൻ്റെ ഘടനയെക്കുറിച്ചും വിവിധ തരത്തിലുള്ള മസിൽസിനെ കുറിച്ചും ഒക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് മസ്കുലാർ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. ഇറ്റ് ഇൻക്ലൂഡ് മസിൽസ് വിച്ച് ആർ മീസോഡേർമൽ ഇൻ ഒറിജിൻ. മീസോഡേർമൽ ഒറിജിനാണ്. നമ്മൾ മീസോഡേം ഒക്കെ പഠിച്ചിട്ടുള്ള അല്ലേ, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം അല്ലേ, 3 ഡേർമൽ ലെയേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യത്തെ ചാപ്റ്ററിൽ. അപ്പം മീസോഡേമിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഈ മസിൽ എന്ന് പറയുന്നത്. മസിൽ കോൺസ്റ്റിറ്റ്യൂട്ട് 40 to 50% ഓഫ് ദ ബോഡി വെയ്റ്റ്. നമ്മുടെ ബോഡി വെയ്റ്റിൻ്റെ 40 തൊട്ട് 50, ഏകദേശം ഒരു 50% ബോഡി വെയ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിൻ്റെ വെയ്റ്റ് ആണ്. മസിൽസ് ഹാവ് എക്സൈറ്റബിലിറ്റി, കൺട്രാക്റ്റിബിലിറ്റി ആൻഡ് എക്സ്റ്റെൻസിബിലിറ്റി ആൻഡ് ഇലാസ്റ്റിസിറ്റി. ഇതേപോലെ മസിൽസിന് 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. എക്സൈറ്റബിലിറ്റി, എക്സൈറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ സ്റ്റിമുലേറ്റഡ് ആകാനുള്ള കഴിവുണ്ട്. അതുവഴി കൺട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. എക്സ്റ്റെൻസിബിലിറ്റി എന്ന് പറഞ്ഞാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനുള്ള കഴിവുണ്ട്. മസിൽസ് എക്സ്റ്റെൻഡ് ചെയ്യുകയും കൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഉണ്ട്, വലിയുന്ന ടൈപ്പിലെ ആ ഒരു കഴിവ് കൂടി വേണം. അപ്പോൾ എക്സൈറ്റബിലിറ്റി ഉണ്ട്, കൺട്രാക്ടിലിറ്റി ഉണ്ട്, എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ട് ആൻഡ് ഇലാസ്റ്റിസിറ്റി. അങ്ങനെ പല ക്യാരക്ടേഴ്സ് നമ്മുടെ മസിൽസിന് ഉണ്ട്, ഫീച്ചേഴ്സ് നമുക്കുണ്ട്. ഇനി ഇവിടെ നമ്മൾ വിവിധ തരത്തിലുള്ള മസിൽസിനെ കുറിച്ച് പഠിക്കാം. അപ്പം ഈ ടൈപ്സ് ഓഫ് മസിൽസ് നമ്മൾ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. 3 തരം മസിൽസ് നമുക്ക് ഉണ്ടെന്നും അവിടെ ഒരു ചെറുതായിട്ടൊരു ഘടനയെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അതിൻ്റെ ഡീപ്പായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. എത്ര തരം മസിൽസ് ആണ് ഉള്ളതെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ലൊക്കേഷൻ മസിൽസ് ആർ ഓഫ് 3 ടൈപ്സ്. നമുക്ക് മസിൽസ് 3 തരം, അതെവിടെ കാണുന്നു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് അതിനെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നത്. ഒന്ന് നമ്മൾ സ്കെൽറ്റൽ മസിൽസ്, അല്ലെങ്കിൽ അതിനെ സ്ട്രയേറ്റഡ് മസിൽസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിച്ചിരുന്നു? വോളണ്ടറി മസിൽസ് അല്ലേ. സ്കെൽറ്റൽ മസിൽസ് എന്ന് വിളിക്കാൻ കാരണം നമുക്കറിയാം സ്കെൽറ്റൽ സിസ്റ്റത്തിലാണ് കാണുന്നത്. ഇറ്റ് ഈസ് സീൻ നിയർ ദ സ്കെൽറ്റൻ ഓഫ് ദ ബോഡി. നമ്മുടെ സ്കെൽറ്റൻ, ബോൺ അല്ലെങ്കിൽ കാർട്ടിലേജ്, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് കാണുന്നത്. പിന്നെ അതിൽ ധാരാളം സ്ട്രയേഷൻസ് ഉള്ളതായിട്ട് നമുക്കറിയായിരുന്നു അല്ലേ, വരകളുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ സ്ട്രയേറ്റഡ് എന്ന് വിളിച്ചു. പിന്നെ അതിൻ്റെ ഫങ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു വോളണ്ടറി ആണ് അല്ലേ. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ ആ മസിൽസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ആ തരം മസിൽസിനെയാണ് നമ്മൾ വോളണ്ടറി മസിൽസ് എന്ന് പറയും. നെക്സ്റ്റ് വിസറൽ മസിൽസ്, അല്ലെങ്കിൽ നോൺ സ്ട്രെയിറ്റഡ് മസിൽസ് ഓർ സ്മൂത്ത് മസിൽസ്, അങ്ങനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇവരെന്താണ് വിസറൽ മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രെയിറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്? വിസറൽ എന്ന് പറഞ്ഞാൽ വിസറൽ ഓർഗൻസ് അല്ലെ, ഇൻറ്റേർണൽ ഓർഗൻസിൽ കാണുന്ന മസിൽസുകളെയാണ് നമ്മൾ വിസറൽ മസിൽസ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇസ് നോൺ സ്ട്രെയിറ്റഡ്, ഇതേപോലെ വരകൾ നമുക്ക് കാണാൻ ഇല്ല, അതുകൊണ്ടാണ് നോൺ സ്ട്രയേറ്റഡ് എന്ന് പറയുന്നത്. ഇനി സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറം സ്മൂത്തായിട്ട് ആണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് സ്മൂത്ത് മസിൽസ്. ഇറ്റ്സ് സീൻ ഇൻ വിസറൽ ഓർഗൻസ്, അതുകൊണ്ടാണ് ഇൻറ്റേർണൽ ഓർഗൻസിൽ കൂടിയാണ് ഇത് കാണുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഇൻവോളണ്ടറി ഇൻ ആക്ഷൻ, സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻവോളണ്ടറി മസിൽസ്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചല്ല അവർ പ്രവർത്തിക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലെ അവയവങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് നമ്മൾ അറിയുന്ന പോലും ഇല്ല അല്ലേ. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആയാലും ലങ്സിൻ്റെ ആയാലും ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം എന്ന് പറയുന്നത് ഇൻവോളണ്ടറി. സോ ദീസ് മസിൽസ് ആർ കോൾഡ് ആസ് ഇൻവോളണ്ടറി മസിൽസ്. പിന്നെ ഒരു മസിലിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം എവിടെ കാണുന്നതാണ്? ഹൃദയത്തിൽ കാണുന്നത്. ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ ഉള്ള മസിലിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽ. അതിന് നമ്മൾ പഠിച്ചതാണ് സ്കെൽറ്റൽ മസിലിൻ്റെയും വിസറൽ മസിലിൻ്റെയും കൂടെ
ചില പ്രത്യേകതകൾ ഇവർക്കുണ്ട് അല്ലേ. ഇറ്റ് ഈസ് സ്ട്രയേറ്റഡ് എന്നാണ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ ബ്രാഞ്ച്ഡ് ആണ്, അതിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള മസിലാണ്. പിന്നെ ഇത് എപ്പോഴും ഒരു പ്രത്യേക താളത്തിൽ റിത്തമിക്കായിട്ട് കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കും. നോൺ സ്റ്റോപ്പായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസിലാണ് കാർഡിയാക് മസിൽ. അപ്പോൾ അങ്ങനെ 3 തരം മസിലിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇനി നമ്മൾ അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് സ്കെൽറ്റൽ മസിൽസ് എന്താണെന്ന് നോക്കാം. സ്കെൽറ്റൽ മസിൽസ് ആർ അതർവൈസ് കോൾഡ് ആസ് സ്ട്രയേറ്റഡ് മസിൽസ്. ഇനി എന്താണ് സ്ട്രയേറ്റഡ് മസിൽസ്? സ്കെൽറ്റൽ മസിൽസ് ആർ ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദ സ്കെൽറ്റൽ കമ്പോണൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് കാണുന്നത്. ദേ ഹാവ് സ്ട്രൈപ്ഡ് അപ്പിയറൻസ് അണ്ടർ ദ മൈക്രോസ്കോപ്പ് ആൻഡ് ഹെൻസ് ആർ കോൾഡ് ആസ് സ്ട്രയേറ്റഡ് മസിൽ. അതിൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സ്ട്രൈപ്സ് കാണാം, വരകൾ കാണാൻ കഴിയും. ഇങ്ങനെ കുറുകെ വരകൾ ഇങ്ങനെ ഡാർക്ക് ആൻഡ് അല്ലേ, ഇവിടെ ഇങ്ങനെ ബാൻഡുകൾ പോലെ നമുക്ക് കാണാൻ കഴിയും. അതിനുകൊണ്ടാണ് സ്ട്രയേറ്റഡ് മസിൽസ് എന്ന് വിളിക്കുന്നത്. ആസ് ദർ ആക്ടിവിറ്റീസ് അണ്ടർ ദ വോളണ്ടറി കൺട്രോൾ ഓഫ് ദ നെർവസ് സിസ്റ്റം. നമുക്കറിയാം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ കൺട്രോളിലാണ് അല്ലേ, നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ഈ മസിലുകളെല്ലാം പ്രവർത്തിക്കുന്നത്. സോ ദേ ആർ നോൺ ആസ് വോളണ്ടറി മസിൽസ് ടു. ദേ ആർ പ്രൈമർലി ഇൻവോൾവ് ഇൻ ലോക്കോമോട്ടറി ആക്ഷൻ ആൻഡ് ചേഞ്ച് ഓഫ് ദ ബോഡി പോസ്ചർ. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് ഇവരാണ്. നമ്മൾ ലോക്കോമോഷന് സഹായിക്കുന്ന മസിലുകളാണ് സ്കെൽറ്റൽ മസിൽസ്. രണ്ടാമത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാർഡിയാക് മസിലാണ്. ഇവിടെ ഓർഡറിൽ തെറ്റിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് കാർഡിയാക് മസിൽ പഠിക്കാം. ആസ് ദ നെയിം സജസ്റ്റ് ദ കാർഡിയാക് മസിൽസ് ആർ ദ മസിൽസ് ഓഫ് ഹാർട്ട്. ഹാർട്ടിൻ്റെ മസിലിനെയാണ് നമ്മൾ കാർഡിയാക് മസിൽ എന്ന് പറയുന്നത്. മെനി കാർഡിയാക് മസിൽ സെൽ അസംബിൾ ഇൻ ദ ബ്രാഞ്ചിങ് പാറ്റേൺ ടു ഫോം എ കാർഡിയാക് മസിൽ. നമുക്ക് അസംബിൾ ചെയ്ത് ബ്രാഞ്ചിങ് പാറ്റേൺ ആണ് അവർക്കുള്ളത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ബ്രാഞ്ചസ് ആയിട്ടാണ്, ഇങ്ങനെ നൂല് പോലല്ല ഇരിക്കുന്നത്, അവരിങ്ങനെ കണക്റ്റഡ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. അതുകൊണ്ട് ബ്രാഞ്ച്ഡ് ആണ്. ബേസ്ഡ് ഓൺ അപ്പിയറൻസ് കാർഡിയാക് മസിൽസ് ആർ സ്ട്രയേറ്റഡ്. ഒറ്റ നോട്ടത്തിൽ അവർ സ്ട്രയേറ്റഡ് മസിൽ പോലെയാണ് ഇരിക്കുന്നത്. ദേ ആർ ഇൻവോളണ്ടറി ഇൻ നേച്ചർ. ഇൻവോളണ്ടറി ആണല്ലോ, ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമുക്കറിയത്തില്ല അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ, അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല, കാരണം അത് ഇൻവോളണ്ടറി ആണ് എന്ന് പറഞ്ഞാൽ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത്. ദേ ആർ ഇൻവോളണ്ടറി ഇൻ നേച്ചർ ആസ് ദ നെർവസ് സിസ്റ്റം ഡസ് നോട്ട് കൺട്രോൾ ദെയർ ആക്ടിവിറ്റീസ് ഡയറക്ട്ലി. നെർവസ് സിസ്റ്റം ഡയറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് മസിലാണ് വിസറൽ മസിൽ, അല്ലെങ്കിൽ നോൺ സ്ട്രേറ്റഡ് മസിൽസ്, അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസ് എന്നൊക്കെ പറയുന്ന മസിൽസ്. Visceral muscles are located in the inner wall of the hollow visceral organs of the body, like the alimentary canal, reproductive tract, etc. നമ്മുടെ അലിമെൻ്ററി കനാലിലും ശ്വാസനാളത്തിലും ഒക്കെയുള്ള മസിലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിസറൽ മസിൽസ്. ഇത് കൂടുതലും കാണുന്നത് എവിടെയാണ്? ദ വാൾ ഓഫ് ഹോളോ വിസറൽ ഓർഗൻസ്. നമ്മുടെ ആന്തരിക അവയവങ്ങളിൽ കാണുന്ന മസിലുകളെയാണ് നമ്മൾ വിസറൽ മസിൽസ് എന്ന് പറയുന്നത്. They do not exhibit any striations. അവരുടെ ശരീരത്തിൽ ആ ഒരു സ്ട്രക്ചറിൽ നമുക്ക് വരകളൊന്നും കാണാനില്ല. ആൻഡ് ആ സ്മൂത്ത് ഇൻ അപ്പിയറൻസ്. സ്മൂത്തായിട്ട് എൻ്റെ പുറം കണ്ടു കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് അല്ലേ, ഇങ്ങനെ സ്മൂത്തായിട്ടും വരകളൊന്നും ഇല്ലാത്ത ടൈപ്പ് ആയതുകൊണ്ടാണ് അതിനെ സ്മൂത്ത് എന്നും നോൺ സ്ട്രേറ്റഡ് എന്നും ഒക്കെ വിളിക്കുന്നത്. ഹെൻസ് ദേ ആർ കോൾഡ് സ്മൂത്ത് മസിൽസ് ഓർ നോൺ സ്ട്രേറ്റഡ് മസിൽ. Their activities are not under the voluntary action of the nervous system and are therefore known as involuntary muscles. അല്ലേ, ഇൻവോളണ്ടറി ആണ്. പ്രത്യേകിച്ച് നമ്മൾ നെർവസ് സിസ്റ്റത്തിന് വലിയ റോളൊന്നും ഡയറക്റ്റായിട്ട് ഇല്ല. റോളുണ്ട്, പക്ഷെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇല്ല. ദേ അസിസ്റ്റ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ് ത്രൂ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ഗെമീറ്റ്സ് ത്രൂ ദ ജെനൈറ്റൽ ട്രാക്ട്. അപ്പം ഇവരുടെയൊക്കെ പ്രധാന ജോലി എന്ന് പറയുന്നത് അവരെന്തിന് ഹെൽപ്പ് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അല്ലേ. ഫുഡ് നമുക്കറിയാം അലിമെൻ്ററി കനാലിൽ കൂടെ പാസ് ചെയ്യുന്നത് ഒരു ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ്. അതുപോലെ നമുക്കറിയാം ശ്വാസനാളത്തിൽ കൂടെ എയർ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നതെല്ലാം ഈ മസിൽസിൻ്റെ പ്രവർത്തനം. അതുപോലെ തന്നെ ജെനൈറ്റൽ ട്രാക്ട്, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ കൂടെയുള്ള ഗമീറ്റുകൾ പുറത്തു വരുന്നതും ഒക്കെ എന്ത് വഴിയാണ്? ഈ വിസറൽ മസിൽസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. ഇൻവോളണ്ടറി ആക്ഷൻസ് ഉള്ള എല്ലാത്തരം ഓർഗൻസിലും ഏത് മസിൽസ് ആണുള്ളത്?
വിസറൽ മസിൽസ് അല്ലെങ്കിൽ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 തരം മസിൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ടിപ്പിക്കൽ മസിൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, ഒരു മസിലിനുള്ളിൽ എന്തൊക്കെയാണ്, ഒരു മസിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ള കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിലാണ് ഫസ്റ്റ് നമുക്ക് ഒരു ടിപ്പിക്കൽ മസിലിൻ്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന മസിൽ സ്കെൽറ്റൽ മസിലാണ്. സ്കെൽറ്റൽ മസിലിൻ്റെ ഉള്ളിലോട്ടുള്ള സ്ട്രക്ചർ, ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. അതാണ് സ്ട്രക്ചർ ഓഫ് സ്കെൽറ്റൽ മസിൽ ഓർ സ്ട്രയേറ്റഡ് മസിൽ. ഒരു സ്ട്രയേറ്റഡ് മസിലിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നോക്കിയേ, എന്താണ് ഒരു മസിൽ? ഇതാണ് ഒരു മസിലിൻ്റെ പടമാണ് ഈ കാണിച്ചിട്ട്. ആ മസിലിനെ ക്രോസ് സെക്ഷൻ എടുത്തിട്ട് വെച്ചേക്കുകയാണ് അല്ലേ. ഒരു സ്കെൽറ്റൽ മസിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബണ്ടിലായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ. നമ്മളിപ്പോൾ കൈയുടെ മസിൽസൊക്കെ, നമ്മൾ ബൈസെപ്സ് മസിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബണ്ടിലായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. കയ്യിലെയും കാലിലെയും ഒക്കെ മസിൽസ് ഇങ്ങനെ നമ്മുടെ ബണ്ടിൽസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ബണ്ടിൽസിനെയാണ് നമ്മൾ ഫെസിക്കിൾസ് എന്ന് പറയുന്നത്. ഫെസിയ അല്ലെങ്കിൽ ഫെസിക്കിൾസ് എന്ന്. ഈച്ച് സ്കെൽറ്റൽ മസിൽ ഇൻ അവർ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് മസിൽ ബണ്ടിൽസ് കോൾഡ് ഫെസിക്കിൾസ്. ഈ ബണ്ടിലുകളെയാണ് നമ്മൾ ഫെസിക്കിൾസ് എന്ന് പറയുന്നത്. നമ്മുടെ മസിൽ ബണ്ടിൽസ് പറഞ്ഞാൽ ഫെസിക്കിൾസ്. Fascicles are held together by connective tissue layer called fascia. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ കവർ ചെയ്ത് ഇതേപോലെ അനേകം ബണ്ടിൽസ് ആണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ ഇതൊരു ബണ്ടിൽ ഇങ്ങനെ ആ ബണ്ടിലിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ട്, അതിനെ ഫസിയ എന്ന് പറയുന്നത്. ഈച്ച് മസിൽ ബണ്ടിൽ കണ്ടെയ്ൻ എ നമ്പർ ഓഫ് മസിൽ ഫൈബേഴ്സ്. ഈ ഒരു ബണ്ടിലിൻ്റെ അകത്ത് നമ്മൾ നോക്കിയാൽ അനേകം മസിൽ ഫൈബറുകളുണ്ട്. ഇതിൽ ഒരെണ്ണം നമ്മൾ ഇങ്ങോട്ട് വലിച്ചു ഊരിയാൽ അതിനെയാണ് നമ്മൾ മസിൽ ഫൈബർ. ഈ ഇരിക്കുന്ന റോസ് കളറിൽ ഇരിക്കുന്നതിൽ ഒരെണ്ണം നമ്മൾ പുറത്തേക്ക് എടുത്താൽ അതിൻ്റെ പേരാണ് മസിൽ ഫൈബർ എന്ന് പറയുന്നത്. ഇനി ആ ഒരു മസിൽ ഫൈബർ ആണ് ശരിക്കും നമ്മളിവിടെ പറയുന്ന നമ്മളൊരു മസിൽ സെൽ എന്ന് വേണമെങ്കിൽ പറയാം. ഈച്ച് മസിൽ ഫൈബർ ഈസ് ലൈൻഡ് ബൈ ദ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് സാർക്കോലെമ്മ എൻക്ലോസിങ് ദ സാർക്കോപ്ലാസം. ഒരു മസിൽ ഫൈബറിനെ നമുക്ക് ഒരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ സാധാരണ ഒരു സെല്ലിൻ്റെ അകത്ത് എന്താ ഉള്ളത്? അതിനൊരു പ്ലാസ്മ മെംബ്രെയിൻ കാണും, അതിൻ്റെ അകത്ത് ഒരു സൈറ്റോപ്ലാസം കാണും, അതിൻ്റെ അകത്ത് ന്യൂക്ലിയസ് കാണും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ഒരു സെല്ലാവുമ്പോൾ അതിന് പ്ലാസ്മ മെംബ്രെയിൻ, ഔട്ടർ മെംബ്രെയിനെയാണ് നമ്മൾ പ്ലാസ്മ മെംബ്രെയിൻ. അതിൻ്റെ അകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്, ആ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ഓർഗനൽസ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ മസിൽ ഫൈബർ. അപ്പോൾ മസിൽ ഫൈബറിനെ നമ്മൾ ആക്ച്വലി മസിൽ ഫൈബേഴ്സ് ആർ ദ മസിൽ സെല്ലുകളാണ്. അതിന് ഒരു പ്ലാസ്മ മെംബ്രെയിൻ കാണും. അത് നമ്മുടെ കൂട്ട് സാധാരണ സെല്ലിനെ പോലെ വട്ടത്തിലല്ല ഇരിക്കുന്നത്, ഇത് നീളത്തിൽ അല്ലേ, ഇങ്ങനെ ലെങ്തി ആയിട്ടാണ് ഇരിക്കുന്നത് മസിൽ ഫൈബർ. അപ്പോൾ ഈ മസിൽ ഫൈബർ ഒരു ഔട്ടർ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ആ പ്ലാസ്മ മെംബ്രെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സാർക്കോലെമ്മ എന്ന് പറയും. ഈ വാക്ക് ഓർത്തിരിക്കുക, സാർക്കോലെമ്മ. ആൻഡ് എൻക്ലോസിങ് ദ സാർക്കോപ്ലാസം. സാർക്കോപ്ലാസം എന്ന് പറഞ്ഞാൽ ദ സൈറ്റോപ്ലാസം. അപ്പം മസിൽ ഫൈബറിൻ്റെ പ്ലാസ്മ മെംബ്രെയിന് പറയുന്ന പേരാണ് സാർക്കോലെമ്മ ആൻഡ് ഇറ്റ് സൈറ്റോപ്ലാസം ഈസ് നെയിംഡ് ആസ് സാർക്കോപ്ലാസം. അപ്പം ഈച്ച് മസിൽ ഫൈബർ ഈസ് ലൈൻഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ കോൾഡ് ആസ് സാർക്കോലെമ്മ and the cytoplasm is called as sarcoplasm. Sarcoplasm of muscle fiber contain many nuclei. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് സ്കെൽറ്റൽ മസിലിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു മസിൽ ഫൈബർ ഈസ് എ മസിൽ സെൽ നമ്മൾ പറഞ്ഞു. സാധാരണ കേസിൽ ഒരു സെല്ലിൻ്റെ അകത്ത് എത്ര ന്യൂക്ലിയസ് ആണ് വരുന്നത്? ഒരു സെല്ലിൻ്റെ അകത്ത് ഒരു ന്യൂക്ലിയസ് അല്ലെ സൈറ്റോപ്ലാസത്തിൽ വരുന്നത്. പക്ഷേ ഇവിടെ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. സ്കെൽറ്റൽ മസിൽ അല്ലെങ്കിൽ സ്ട്രയേറ്റഡ് മസിൽസിൽ അതിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയൈകൾ കാണാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഒരു സെല്ലാവുമ്പോൾ ആ സെല്ലിൻ്റെ അകത്ത് സാധാരണ കേസിൽ ഒരു ന്യൂക്ലിയസേ വരാറുള്ളൂ. പക്ഷേ ഈ സ്കെൽറ്റൽ മസിൽസിൽ മാത്രം ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ ഒത്തിരി എണ്ണത്തിനെയാണ് നമ്മൾ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകൾ കാണുക, അത് നമ്മുടെ സ്കെൽറ്റൽ മസിലിൻ്റെ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് ഒരു സൈറ്റോപ്ലാസത്തിൽ കാണുകയാണെങ്കിൽ ആ തരം സെല്ലിന് പറയുന്ന പേരാണ് സിൻസീഷ്യം എന്ന് പറയും. സോ ദ മസിൽ ഫൈബർ ഈസ്
എ സിൻസീഷ്യം. അതായത് സ്കെൽറ്റൽ മസിൽസിൽ മാത്രമേ ഉള്ളൂ ഈ സിൻസീഷ്യം എന്ന് പറയുന്ന ഇത് കാണാൻ കഴിയുന്നത്, പ്രോപ്പർട്ടി കാണുന്നത്. സിൻസീഷ്യം മീൻസ് മെനി ന്യൂക്ലിയസ് ഇൻ എ സൈറ്റോപ്ലാസം. ഒരു സൈറ്റോപ്ലാസത്തിൽ കൂടുതൽ ന്യൂക്ലിയൈകൾ കാണുന്ന അവസ്ഥയാണ് നമ്മൾ സിൻസീഷ്യം എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക, സ്കെൽറ്റൽ മസിലിൽ മാത്രമേ ഉള്ളൂ സിൻസീഷ്യം ഉള്ളത്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ് എന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. The endoplasmic reticulum of muscle fiber is known as sarcoplasmic reticulum and which is the storehouse of calcium ions. ഇതാണ് നമുക്കറിയാം, ഈ ഒരു സെല്ലാവുമ്പോൾ ആ സെല്ലിൻ്റെ അകത്ത് സെൽ ഓർഗനലുകളുണ്ട് അല്ലേ. സെൽ ഓർഗനൽസ് നമുക്കറിയാം, സൈറ്റോപ്ലാസത്തിനുള്ളിലുള്ള സെൽ ഓർഗനൽ റൈബോസോംസ് ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, അങ്ങനെ ധാരാളം സെൽ ഓർഗനൽസ് ഒരു സെല്ലിൻ്റെ അകത്തുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഏറ്റവും എടുത്ത് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് ദിസ് മസിൽ സെൽ അല്ലെങ്കിൽ മസിൽ ഫൈബർ ഈസ് നോൺ ആസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ സാർക്കോ എന്ന വാക്ക് ചേർത്താണ് മസിലിനെ അറിയപ്പെടുന്നത് അല്ലേ. സാർക്കോപ്ലാസം, സാർക്കോപ്ലാസ്മിക് മെംബ്രെയിൻ അല്ലേ, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതെല്ലാം നമ്മളിവിടെ പറഞ്ഞു. സാർക്കോലെമ്മ, സാർക്കോപ്ലാസം, സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ സാർക്കോ ചേർത്തുള്ള വാക്ക് ചേർത്ത് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കുക, അത് മസിലിൻ്റെ ഭാഗമായതുകൊണ്ടാണ് സാർക്കോ എന്നുള്ള ഒരു പേര് വരുന്നത്. അപ്പോൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് ദ മസിൽ ഫൈബർ ഇസ് നോൺ ആസ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് വിച്ച് ഇസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കാൽസ്യം അയോൺസ്. ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, അതായത് മസിലിൻ്റെ കൺട്രാക്ഷൻ സമയത്ത് നമുക്ക് ധാരാളം കാൽസ്യം അയോൺസ് വേണം. കാൽസ്യം അയോൺസ് ഉണ്ടെങ്കിലേ മസിൽ കൺട്രാക്ട് ചെയ്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കലവറയാണ് ഈ സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഒരു സ്റ്റോർ ഹൗസ് ആണ്. അത് നമുക്ക് പിന്നീട് മസിൽ കൺട്രാക്ട് ചെയ്യുമ്പം അതിൻ്റെ റോൾ എന്താണെന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഈ ഒരു മസിൽ ഫൈബർ അല്ലേ, നമ്മളിവിടെ പറഞ്ഞു ഒരു മസിൽ ഫസിയക്കകത്തുനിന്ന് നമ്മളൊരു ബണ്ടിൽ ഊരിയെടുത്താൽ അതിനെ മസിൽ ഫസിക്കിൾ എന്ന് പറയുന്നു. ആ ഫസിക്കിളിൻ്റെ അകത്തുനിന്ന് ഓരോന്നായിട്ട് ഊരുമ്പോൾ അതിനെ നമ്മൾ മസിൽ ഫൈബർ എന്ന് വിളിക്കുന്നു. ആ മസിൽ ഫൈബറിനുള്ളിൽ വീണ്ടും നമുക്കറിയാം ചെറിയ ചെറിയ നാരുകൾ പോലുള്ള ഫൈബേഴ്സ് ഉണ്ട്. ആ ഫൈബേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോ ഫൈബ്രിലുകൾ എന്ന്. അതാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക് വരികയാണ്. എ ലാർജ് നമ്പർ ഓഫ് പാരലലി അറേഞ്ച്ഡ് ഫിലമെൻറ്റ്സ് ഇൻ ദ സാർക്കോപ്ലാസം ഓഫ് ദ മസിൽ ഫൈബർ ആർ കോൾഡ് മയോഫിലമെൻറ്റ്സ് ഓർ മയോഫൈബ്രിൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ മസിൽ ഫൈബറാണ് ഒരു സെല്ലെന്ന് പറഞ്ഞു അല്ലേ. ആ സെല്ലിനകത്ത് തന്നെ നമുക്ക് രണ്ട് തരം പാരലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫിലമെൻറ്റുകളെ കാണാം. ഫിലമെൻറ്റ്സ് മീൻസ് ഫൈബറിനേക്കാളും തീരെ കനമില്ലാത്ത നാരുകളെയാണ് നമ്മൾ ഫിലമെൻറ്റുകൾ എന്ന് പറയുന്നത്. ആ ഫിലമെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് മയോ ഫിലമെൻറ്റുകൾ എന്ന് വിളിക്കും, ഓർ മയോ ഫൈബ്രിലുകൾ എന്നും ഇവയെ അറിയപ്പെടും. ഇനി അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഈച്ച് മയോ ഫൈബ്രിൽ, അറിയാമല്ലോ മയോ ഫൈബ്രിൽ എന്ന് പറഞ്ഞാൽ മസിൽ ഫൈബറിൻ്റെ ഉള്ളിലുള്ള ഫിലമെൻറ്റുകളെയാണ് നമ്മൾ മയോ ഫൈബ്രിൽസ് അല്ലെങ്കിൽ മയോ ഫിലമെൻറ്റുകൾ എന്ന് പറയുന്നത്. അത് രണ്ട് തരമുണ്ട്. ആ മയോ ഫൈബ്രിൽസ് ആർ ഓഫ് 2 ടൈപ്സ്. ഒന്ന് ആക്റ്റിൻ എന്നും രണ്ടാമത്തെ മയോസിൻ എന്നും പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്റ്റിൻ ആൻഡ് മയോസിൻ. ഇതിൻ്റെ അകത്തെ ഫൈബ്രിൽസിനെയാണ് നമ്മൾ മയോഫൈബ്രിൽസ്. അത് they are 2 types, actin and myosin. Each myofibril has alternate dark and light bands on it. അതിൽ ഒരെണ്ണം ഡാർക്ക് കളറിലും ഒന്ന് ലൈറ്റ് കളറിലുമാണ് ഇരിക്കുന്നത്. ഡാർക്ക് ആൻഡ് ലൈറ്റ്, ഇച്ചിരി ഇരുണ്ടതും ഇത്തിരി ലൈറ്റ് കളറിലുമാണ് അവർ അപ്പിയർ ചെയ്യുന്നത്. അവർ കാണുന്നത് ഇങ്ങനെ പാരലായിട്ട് ബണ്ടിൽസ് ആയിട്ടാണ് അവരെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. The striated appearance of the myofibril is due to the distribution pattern of 2 important proteins, actin and myosin. അപ്പോൾ ഈ ഫൈബ്രിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് 2 തരം പ്രോട്ടീനുകൾ കൊണ്ടാണ്. ആ പ്രോട്ടീൻ്റെ പേരിലാണ് ഈ ഫൈബ്രിൽസ് അറിയപ്പെടുന്നത്. ആക്റ്റിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച ഫിലമെൻറ്റുകളെ നമ്മൾ ആക്റ്റിൻ ഫിലമെൻ്റ് എന്നും, മയോസിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ച ഫിലമെൻറ്റുകളെ നമ്മൾ മയോസിൻ ഫിലമെൻറ്റ്സ് എന്നും വിളിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആ മയോ ഫിലമെൻറ്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്നാണ് ഈ പടം നമ്മളെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും,
ഇതാണ് മയോഫൈബ്രിൽ അല്ലേ. ഈ മയോഫൈബ്രിലിനെ നമ്മൾ സാധാരണ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നോക്കിയാൽ കാണത്തില്ല. നമ്മൾ ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് അല്ലെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നമുക്കിതിൻ്റെ അൾട്രാ സ്ട്രക്ചർ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതേപോലെ ഇങ്ങനെ ഇവിടെ നിറം കുറവുള്ള ഭാഗം, ഇവിടെ ഇരുണ്ട ഭാഗം, വീണ്ടും നിറം കുറവുള്ള ഭാഗം, വീണ്ടും നിറം കൂടിയ ഭാഗം, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, ഡാർക്ക് ബാൻഡ്, ലൈറ്റ് ബാൻഡ്, അങ്ങനെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡ് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഓൾട്ടർനേറ്റ് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെൻറ്റുകളാണ്. ഈ ഡാർക്കായിട്ടിരിക്കുന്ന ഭാഗത്താണ് മയോസിൻ ഫിലമെൻറ്റുകളാണ്. ഈ ലൈറ്റായിട്ടിരിക്കുന്ന ഭാഗങ്ങളിലാണ് ആക്റ്റിൻ ഫിലമെൻറ്റുകൾ കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രക്ചർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കും. ഈ സ്ട്രക്ചറാണ് കണ്ടോ. ഇവിടെ ഇങ്ങനെ ഡാർക്ക് ബാൻഡ്, അത് കഴിയുമ്പോൾ ഇത് ലൈറ്റ് ബാൻഡ്, ഇത് ഡാർക്ക് ബാൻഡ്, വീണ്ടും ലൈറ്റ് ബാൻഡ്, വീണ്ടും ഡാർക്ക് ബാൻഡ്, അങ്ങനെ അതിനെ നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇത് ലൈറ്റ് ബാൻഡ്, ഇത് ഇത്രയും ഭാഗം ഡാർക്ക് ബാൻഡ്, വീണ്ടും ലൈറ്റ് ബാൻഡ്. അപ്പോൾ ഈ ഡാർക്ക് ബാൻഡിലും ലൈറ്റ് ബാൻഡിലും ആരൊക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്? ആക്റ്റിനും മയോസിൻ എന്ന് പറയുന്ന ഫിലമെൻറ്റുകളാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈ ഡാർക്ക് കളറിൽ റെപ്രസെൻ്റ് ചെയ്തേക്കുന്ന ഫിലമെൻറ്റ്, നാര് പോലുള്ള ഭാഗം ഈസ് മേഡ് അപ്പ് ഓഫ് മയോസിൻ. അത് ഇച്ചിരി കൂടെ തിക്ക് ബാൻഡാണ്. അതേസമയം ഈ ഇടയ്ക്കുള്ള ഫിലമെൻറ്റുകളെയാണ് നമ്മൾ ആക്റ്റിൻ ഫിലമെൻറ്റ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിൻ്റെ ഉള്ളറകളെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഓൾട്ടർനേറ്റ് ഡാർക്കും ലൈറ്റ് ബാൻഡിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ആക്റ്റിനും മയോസിനുകളും ഇങ്ങനെ ബണ്ടിൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, ഈ പടം ഒന്നുകൂടെ വിശദീകരിക്കുന്നുണ്ട്. ദ ലൈറ്റ് ബാൻഡ് കണ്ടെയ്ൻ ആക്റ്റിൻ. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ലൈറ്റ് കളറിൽ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ നമ്മൾ എന്ത് വിളിച്ച് ആക്റ്റിൻ എന്ന് പറയുന്നു. ആൻഡ് ഈസ് കോൾഡ് ആസ് ഐ ബാൻഡ്. ആ ഭാഗത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐ ബാൻഡ് എന്ന് പറയും. ഇത് ഐ ബാൻഡ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ലേബൽ ചെയ്യാൻ പടം തരും. അപ്പോൾ നമ്മൾ ലേബൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല വൃത്തിക്ക് പഠിച്ചും കൂടെ വെച്ചേക്കുക. അപ്പോൾ ഇതെന്തോ നമ്മൾ പഠിക്കുന്നത് സ്കെൽറ്റൽ മസിലാണ്. സ്കെൽറ്റൽ മസിലിൻ്റെ മയോഫൈബ്രിൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഡാർക്കും ലൈറ്റും ബാൻഡുകൾ കാണാം. അതിൻ്റെ കാരണം രണ്ട് തരം ഫിലമെൻറ്റുകളാണ്. ലൈറ്റ് ഫിലമെൻറ്റും ഡാർക്ക് ഫിലമെൻറ്റും ഓൾട്ടർനേറ്റ് ചെയ്ത് ഒന്നിടവിട്ടാണ് കാണുന്നത് അല്ലേ. ഇവിടെ ഇങ്ങനെ ലൈറ്റ് ബാൻഡാണെങ്കിൽ ഇത് ഡാർക്ക് ബാൻഡ്, ഇത് ലൈറ്റ് ഡാർക്ക് ലൈറ്റ്, അങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കുറച്ചുകൂടി എൻലാർജ് ചെയ്ത് കാണിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അതിൻ്റെ ലൈറ്റ് ബാൻഡ് വരുന്ന ഭാഗത്തിന് ആക്റ്റിൻ ഫിലമെൻ്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഐ ബാൻഡ് എന്ന് പറയും. ഓർ ഇസ് ഓൾസോ കോൾഡ് ആസ് ഐസോട്രോപിക് ബാൻഡ്. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് കടത്തിവിടുന്ന ഒരു റീജിയനെയാണ് നമ്മളെപ്പോഴും ഐസോട്രോപിക് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ടാണ് അതിനെ ഐസോട്രോപിക് അല്ലെങ്കിൽ ഐ ബാൻഡ് എന്ന് പറയും. ആൻഡ് ദ ഡാർക്ക് ബാൻഡ് ഈസ് കോൾഡ് എ ബാൻഡ്. ഈ ഇത്രയും ഭാഗമാണ് ഡാർക്ക് ഭാഗം അല്ലേ. ആ ഡാർക്ക് ഭാഗത്തിന് പറയുന്ന പേരാണ് എ ബാൻഡ് എന്ന് പറയും. വിച്ച് കണ്ടെയ്ൻ മയോസിൻ. ഈ ഭാഗത്ത് എന്താ ഉള്ളത്? മയോസിൻ ഫിലമെൻറ്റ്സ് ആണ് കാണുന്നത്. Both the proteins are arranged as rod-like structures parallel to each other and also to its longitudinal axis of the myofibril. മയോഫൈബ്രിലിൻ്റെ ലോഞ്ചിറ്റ്യൂണൽ ആക്സിസിൽ ഇവർ തമ്മിൽ ഇങ്ങനെ ബോത്ത് പ്രോട്ടീൻസ് ഇങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇതിന് സമാന്തരമായിട്ടാണ് മറ്റേതും ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു പാരലൽ ബാൻഡുകളുണ്ട്, ഇവിടെയുണ്ട് ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡുകൾ ഇങ്ങനെ നിറഞ്ഞ് ഇരിക്കുകയാണ്. Actin filaments are thinner and composed of compared to the myosin filament. ആക്റ്റിൻ ഫിലമെൻ്റ് ഏത് ഭാഗത്താണ് വരുന്നത്? ലൈറ്റ് ബാൻഡുള്ള ഭാഗത്ത് അല്ലേ. ആക്റ്റിൻ ഫിലമെൻറ്റിന് കനം കുറവാണ്, തീരെ കനം കുറഞ്ഞ ബാൻഡുകൾ. അതേസമയം എ ബാൻഡ് എന്ന് പറയുന്നത് അല്ലെ മയോസിൻ ബാൻഡ് എന്ന് പറയുന്നത് മയോസിൻ ഫിലമെൻറ്റുകൾ തിക്കറാണ്. അപ്പോൾ ആക്റ്റിൻ ആർ തിന്നർ ആൻഡ് ദാറ്റ് മയോസിൻ ഫിലമെൻറ്റ്സ്. അപ്പോൾ തിക്ക് ഫിലമെൻറ്റുകൾ മയോസിനും തിൻ ഫിലമെൻറ്റ്സ് ആണ് ആക്റ്റിനും. ദ ഇലാസ്റ്റിക് ഫൈബർ ഇൻ ദ സെൻറ്റർ ഓഫ് ഐ ബാൻഡ്. അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇത് ഐ ബാൻഡ്, ഇത് എ ബാൻഡ്, വീണ്ടും ഐ ബാൻഡ്, അങ്ങനെ പോവുകയാണ് അല്ലേ, ആൾട്ടർനേറ്റ് ഡാർക്ക്. അപ്പോൾ ഈ ഐ ബാൻഡിൻ്റെ ഭാഗം, അതായത്
ഐ ബാൻഡിൻ്റെ ഭാഗമാണല്ലോ ഇത്, ലൈറ്റ് ആയിട്ടുള്ള ഭാഗം. ഈ ഭാഗത്ത് അതിൻ്റെ സെൻറ്ററിൽ കൂടെ ദർ ഇസ് എ ഇലാസ്റ്റിക് ഫൈബർ. ഇവിടെ ഒരു ഇലാസ്റ്റിക് ഫൈബർ പോലുള്ള ഒരു ഭാഗം നമുക്ക് കാണാം. ഈ ഐ ബാൻഡിലും നമുക്ക് കാണാം അല്ലേ. ഈ ലൈനിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇസഡ് ലൈൻ എന്നാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഇതിൻ്റെ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ഐ ബാൻഡിൻ്റെ നടുക്കൂടെ ദർ ഇസ് എ ലൈൻ അല്ലേ, ഇലാസ്റ്റിക് ഫൈബർ നമുക്ക് ഈ ഭാഗത്ത് കാണാം. ഈ ഫൈബറിനെ പറയുന്ന പേരാണ് ഇസഡ് ലൈൻ. ഇത് ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇവിടെയും അടയാളപ്പെടുത്തുന്നുണ്ട് ഇസഡ് ലൈൻ. ഇസഡ് ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഐ ബാൻഡിൻ്റെ സെൻട്രിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഫൈബറാണ് ഇസഡ് ലൈൻ. വേണേൽ നമുക്കൊരു ഇമാജിനറി ലൈനായിട്ട് സങ്കല്പീയമായിട്ട് നമ്മൾ പറയുന്ന ഒരു റീജിയനാണ് ഇസഡ് ലൈൻ എന്നാണ് അതിനെ പേരിടുന്നത്. അതേപോലെ തന്നെ എ ബാൻഡിൻ്റെ നടുക്കും ഇതേപോലൊരു ലൈനുണ്ട്. ആ ലൈനിനെ നമ്മൾ എം ലൈൻ എന്ന് വിളിക്കും. അപ്പോൾ ഐ ബാൻഡ്, എ ബാൻഡ്, മനസ്സിലായല്ലോ. ഐ ബാൻഡ് എന്ന് പറയുന്നത് ആക്റ്റിൻ ഫിലമെൻറ്റും എ ബാൻഡ് എന്ന് പറയുന്നത് മയോസിൻ ഫിലമെൻറ്റ്. ഐ ബാൻഡിൻ്റെ നടുക്കൂടെ പോകുന്ന ലൈനിനെ ഇസഡ് ലൈൻ എന്നും എ ബാൻഡിൻ്റെ നടുക്കൂടെ പോകുന്ന ലൈനിനെ എം ലൈൻ എന്നും വിളിക്കും. അപ്പോൾ അത് നമുക്ക് വ്യക്തമായും തോന്നും അല്ലേ. ഇവിടെ നമ്മൾ നോക്കിയാൽ ഇതേ പടം തന്നെ നമ്മൾ കുറച്ചുകൂടി വേറൊരു രീതിയിൽ കാണിച്ചിരിക്കുകയാണ്. ഇത് ഐ ബാൻഡിൻ്റെ ഭാഗം. ഈ കട്ടിയുള്ള ഫിലമെൻ്റാണ് ഏതാണ്? കട്ടിയുള്ള ഭാഗം എന്ന് പറയുന്നത് മയോസിൻ ഫിലമെൻറ്റ്സ് ആണ് അല്ലേ. ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്നത് മയോസിൻ ഫിലമെൻറ്റ്, ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ആക്റ്റിൻ ഫിലമെൻറ്റ്സ് ആണ്. ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്ന ലൈനിനെയാണ് നമ്മൾ എം ലൈൻ, ഈ ലൈനിനെ നമ്മൾ ഇസഡ് ലൈൻ എന്ന് നമ്മൾ പറയും. A and I bands are arranged alternately throughout the length of myofibril. Alternate ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. ഇവിടെ ഒരെണ്ണം കഴിഞ്ഞ് അടുത്ത പോകും. The portion of the myofibril between two successive Z line is considered as the functional unit of contraction and is called as sarcomere. ഇവിടെ മസിലിൻ്റെ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റ് എന്ന് പറയുന്നത് രണ്ട് സക്സസീവ് ഇസഡ് ലൈനുകളുടെ ഇടയിലുള്ള ഭാഗം. നമ്മളെങ്ങനെയാണ് അതിന് പറയുന്നത്? രണ്ട് ഇസഡ് ലൈൻ, സക്സസീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ഇതൊരു ഇസഡ് ലൈൻ, ഇതൊരു ഇസഡ് ലൈൻ. രണ്ട് ഇസഡ് ലൈനിന് ഇടയ്ക്കുള്ള റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സാർക്കോമിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സാർക്കോമിയർ എന്ന് പറയുന്നത്. സാർക്കോമിയർ ഈസ് ദ കൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മസിൽ. ഒരു മസിലിൻ്റെ കൺട്രാക്റ്റ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ അല്ലെ ഫങ്ഷണൽ യൂണിറ്റ് എന്നും നമുക്ക് പറയാം. കൺട്രാക്റ്റൈൽ ഓർ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ മസിൽ എന്ന് ചോദിച്ചാൽ അതെന്താണ്? സാർക്കോമിയർ എന്ന് പറയും. അപ്പോൾ സാർക്കോമിയർ എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ എവിടെ വരെയുള്ള സ്ഥലമാണ്? ഒരു അടുത്തടുത്തുള്ള അഡ്ജസൻറ്റ് ഇസഡ് ലൈനുകൾക്കിടയിലുള്ള സ്പേസ്. ഇതൊരു ലൈൻ, അതിൻ്റെ അഡ്ജസൻറ്റ് ഇസഡ് ലൈൻ ഇതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിലുള്ള ഇത്രയും സ്ഥലത്തിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാർക്കോമിയർ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ അകത്ത് എന്തൊക്കെ വരും? ഒരു ഫുൾ മയോസിൻ വരുന്നുണ്ട്, ഇവിടെ ഒരു പകുതി ആക്റ്റിനും ഉണ്ട്, ഇവിടെ അടുത്ത പകുതി ആക്റ്റിനും ഉണ്ട്. അത്രയും ചേരുന്നതാണ് ഒരു സാർക്കോമിയർ. ഒരു ഫുൾ മയോസിൻ ഫിലമെൻറ്റും വരും, രണ്ട് ഹാഫ് ആക്റ്റിൻ ഫിലമെൻറ്റുകളും വരും. ആ റീജിയനെ നമ്മൾ സാർക്കോമിയർ എന്ന് പറയും. സാർക്കോമിയർ ഈസ് ദ കൺട്രാക്റ്റൈൽ യൂണിറ്റ് ഓഫ് എ മസിൽ. ഇനി മറ്റൊരു റീജിയൻ ഉണ്ട്, ഹെച്ച് സോൺ എന്ന് പറയും. ഈ ഹെച്ച് സോൺ എന്ന് പറയുന്ന റീജിയൻ ഇൻ എ റെസ്റ്റിംഗ് സ്റ്റേറ്റ്, ഒരു മസിൽ കൺട്രാക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ദ എഡ്ജസ് ഓഫ് ദ തിൻ ഫിലമെൻറ്റ്സ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ തിക്ക് ഫിലമെൻറ്റ് പാർഷ്യലി ഓവർലാപ്പ് ദ ഫ്രീ എൻഡ് ഓഫ് ദ തിക്ക് ഫിലമെൻറ്റ്സ് ലിവിങ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ തിക്ക് ഫിലമെൻറ്റ്സ്. അതായത് നമ്മൾ ഇവിടെ ഒരു തിക്ക് ഫിലമെൻറ്റ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ അത് റെസ്റ്റിംഗ് സമയത്ത് ഈ മയോസിൻ ഫിലമെൻറ്റുകൾക്കിടയിലേക്ക് കയറിയാണ് ആക്റ്റിൻ ഫിലമെൻറ്റുകൾ ഇരിക്കുന്നത്. ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഒരു മയോസിൻ, ഇത് മയോസിൻ ഫിലമെൻറ്റുകളാണ് അല്ലേ, ഈ കാണുന്നത് മയോസിൻ ഫിലമെൻറ്റ്സ് ആണ്. ഈ മയോസിൻ രണ്ട് ആക്റ്റിൻ ഫിലമെൻറ്റുകളുടെ ഇടയിലേക്കാണ് ഈ മയോസിൻ ഫിലമെൻറ്റുകൾ കയറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിങ്ങനെ കയറി ഇരിക്കുന്നത് കൊണ്ട് ഒരു റെസ്റ്റിംഗ് സമയത്ത് ഈ ആക്റ്റിൻ ഫിലമെൻറ്റുകൾ പൂർണ്ണമായിട്ട് ഇങ്ങോട്ട് നീങ്ങി വരുന്നില്ല. ഇതെവിടെ നിൽക്കുന്നുള്ളൂ? ഇവിടെ വരെ നിൽക്കുന്നുള്ളൂ. ആക്റ്റിൻ ഫിലമെൻറ്റുകൾ
ഈ എം ലൈൻ വരെ വരത്തില്ല റസ്റ്റിംഗ് കണ്ടീഷനിൽ. അത് ഇവിടെ വരെ വരത്തുള്ളൂ. ഈ ഭാഗത്ത് വരെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് നിൽക്കും. ഈ ഒരു റീജൻ ഒഴിച്ച് ഇപ്പം നമ്മൾ മയോസിൻ ഫിലമെൻറ്റുകൾ ഫ്രീ ആയിട്ട് കാണാൻ കഴിയുന്നത് ഇത്രയും ഭാഗത്തേ ഉള്ളൂ അല്ലേ. മറ്റു ഭാഗത്ത് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മയോസിൻ ആക്റ്റിൻ മയോസിൻ ആക്റ്റിൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മയോസിൻ മാത്രം കാണപ്പെടുന്ന ഈ റീജൻ കണ്ടോ, മയോസിൻ മാത്രം കാണപ്പെടുന്ന ഈ റീജനെയാണ് നമ്മൾ എച്ച് സോൺ എന്ന് പറയുന്നത്. അപ്പം റസ്റ്റിംഗ് കണ്ടീഷൻ സമയത്ത് തിക്ക് ഫിലമെൻസിൻ്റെ അവിടേക്ക് തിൻ ഫിലമെൻസ് പാർഷ്യലി വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് കവർ ചെയ്യത്തില്ല. ഇത് രണ്ട് മയോസിൻ ഫിലമെൻറ്റുകളുടെ ഇടയിലേക്കാണ് രണ്ട് ആക്റ്റിൻ ഫിലമെൻസിൻ്റെ ഇടയിലേക്കാണ് ഈ മയോസിൻ കയറിയിരിക്കുന്നത്. ഒരു മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ ആക്റ്റിൻ ഫിലമെൻറ്റ് ഇങ്ങോട്ട് മുന്നോട്ട് വന്ന് ഈ എം ലൈൻ വരെ വരും മാക്സിമം. അപ്പോൾ ഇത് ചുരുങ്ങും. പിന്നെ അത് വികസിക്കുമ്പോൾ ഇത് പുറമോട്ട് ഇങ്ങനെ രണ്ട് വശത്തോട്ടും ഇങ്ങനെ അത് പോകും. അത് നമ്മൾ മസിൽ കൺട്രാക്ഷൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഈ മയോസിനും ആക്റ്റിനും അറേഞ്ച് ചെയ്തിരിക്കുന്ന ആക്റ്റിനുകളുടെ ഇടയിലേക്ക് കയറിയാണ് മയോസിൻ. അതുപോലെ തന്നെ ഈ മയോസിൻ്റെ പുറത്തെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ടർ സർഫസിലെല്ലാം നമുക്കറിയാം ചെറിയ ചെറിയ റോഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇങ്ങനെ പൊന്തി പൊന്തി നിൽക്കുന്ന കാണാം അല്ലേ. ഈ സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രോസ് ബ്രിഡ്ജുകൾ എന്ന് പറയും. ക്രോസ് ബ്രിഡ്ജുകൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറഞ്ഞു തരാനുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സ്ട്രക്ചേഴ്സിൻ്റെ പേര് ക്രോസ് ബ്രിഡ്ജസ് ആണെന്ന് ഓർത്തിരുന്നു. അപ്പോൾ എന്താണ് എച്ച് സോൺ എന്നാണ് ഇവിടെ പറഞ്ഞത്. മയോസിനും ആക്റ്റിൻ ഫിലമെൻറ്റുകൾ ഇങ്ങനെ ഓൾട്ടർനേറ്റ് കാണുമ്പോൾ മയോസിൻ ഫിലമെൻറ്റ് മാത്രം കാണപ്പെടുന്ന റീജനെയാണ് നമ്മൾ എച്ച് സോൺ എന്ന് പറയുന്നത്. The central part of thick filaments not overlapped by thin filaments. കണ്ടോ, തിൻ ഫിലമെൻറ്റ്സ് ഓവർലാപ്പ് ചെയ്യാത്ത ഭാഗത്തിനെയാണ് ഈസ് കോൾഡ് ആസ് എച്ച് സോൺ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒരു മസിൽ സ്കെൽറ്റൽ മസിൽ ടിപ്പിക്കൽ സ്കെൽറ്റൽ മസിലിൻ്റെ സ്ട്രക്ചറാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്നുകൂടെ മനസ്സിലാക്കി പഠിക്കണം. അത് ഈ പടമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആ പടത്തിൽ നമ്മൾ എ ബാൻഡ് ലേബൽ ചെയ്യുക. എ ബാൻഡ് എന്ന് പറയുന്നത് എന്താണ്? തിക്ക് ഫിലമെൻറ്റ്സ് വരുന്ന ഭാഗം. ഐ ബാൻഡ് എന്ന് പറയുന്നത് തിൻ ഫിലമെൻറ്റ്സ് വരുന്ന ഭാഗം. തിൻ ഫിലമെൻറ്റ്സിൻ്റെ അവിടെയാണ് ഇസഡ് ലൈൻ വരുന്നത് അല്ലേ. തിക്ക് ഫിലമെൻറ്റ്സിൻ്റെ നടുക്കൂട് പോകുന്ന ലൈനിനാണ് എം ലൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്ക് ഒരു ഇസഡ് ലൈനിന് മറ്റൊരു ഇസഡ് ലൈനിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെയാണ് നമ്മൾ സാർക്കോമിയർ എന്ന് പറയുന്നത്. റസ്റ്റിംഗ് കണ്ടീഷനിൽ ഈ മയോസിൻ ഫിലമെൻറ്റ് മാത്രം കാണപ്പെടുന്ന റീജിയനെ നമ്മൾ എച്ച് സോൺ എന്നും പറയും. സ്ട്രക്ചർ ഓഫ് സ്കെൽറ്റൽ മസിൽസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇനിയും എങ്ങനെയാണ് മസിൽ കൺട്രാക്ട് ചെയ്യുന്നതെന്നുള്ളത് കൂടി പഠിക്കണം. ഈ ഡയഗ്രാം നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഡയഗ്രാം ഉണ്ട്. ആ ഡയഗ്രാം നിങ്ങൾ നോക്കി ലേബൽ ചെയ്ത് പഠിച്ചിരിക്കണം. ടെക്സ്റ്റിലെ പടമാണ് നമുക്ക് കുറച്ചുകൂടെ പരീക്ഷയ്ക്ക് വരുന്നത്. അത് നോക്കി നമ്മുടെ ബുക്കിൽ വരച്ച് ഇടുക. ഓക്കെ.